രാജ്യമെമ്പാടും വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, സംരംഭകത്വം എന്നിവയ്ക്ക് നിർണായകമായ മുന്നേറ്റം നൽകിക്കൊണ്ട് 62,000 കോടിയിലധികം രൂപയുടെ യുവജന വികസനത്തിന് നാഴികക്കല്ലായ വിവിധ യുവജന കേന്ദ്രീകൃത പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യുമെന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. നാളെ രാവിലെ 11 മണിക്ക് ദില്ലിയിലെ വിജ്ഞാൻ ഭവനിലായിരിക്കും സുപ്രധാനമായ ഈ പരിപാടി നടക്കുക. പ്രധാനമന്ത്രിയുടെ ലക്ഷ്യബോധത്തിനനുസൃതമായി സംഘടിപ്പിക്കുന്ന ദേശീയ നൈപുണ്യ സമ്മേളനത്തിന്റെ 4ാമത് പതിപ്പായ കൗശൽ ദീക്ഷന്ത് സമാരോഹും പരിപാടിയിൽ ഉൾപ്പെടും. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിലുള്ള വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നും ദേശീയതലത്തിൽ ഉന്നത വിജയം നേടിയ 46 പേരെ പ്രധാനമന്ത്രി അനുമോദിക്കും. 60,000 കോടി രൂപയുടെ നിക്ഷേപമുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM സേതു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 200 ഹബ്ബ് ITIകളും 800 സ്പോക്ക് ITIകളും അടങ്ങുന്ന ഒരു ഹബ്ബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ രാജ്യത്തുടനീളം 1000 ഗവൺമെന്റ് ITIകളുടെ നവീകരണമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓരോ ഹബ്ബും ശരാശരി 4 സ്പോക്കുകളുമായി ബന്ധിക്കപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ആധുനിക ട്രേഡുകൾ, ഡിജിറ്റൽ പഠന സംവിധാനങ്ങൾ, ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്ന ക്ലസ്റ്ററുകൾ സൃഷ്ടിക്കപ്പെടും. വിപണി ആവശ്യകതയുമായി പൊരുത്തപ്പെടുന്ന ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള നൈപുണ്യ വികസനം ഉറപ്പാക്കിക്കൊണ്ട് ആങ്കർ ഇൻഡസ്ട്രി പങ്കാളികൾ ഈ ക്ലസ്റ്ററുകൾ കൈകാര്യം ചെയ്യും. നൂതനാശയ കേന്ദ്രങ്ങൾ, ട്രെയിനർമാരുടെ പരിശീലന സൗകര്യങ്ങൾ, ഉൽപാദന യൂണിറ്റുകൾ, പ്ലേസ്മെന്റ് സേവനങ്ങൾ എന്നിവയും ഹബ്ബുകളിൽ ഉണ്ടായിരിക്കും. അതേസമയം സ്പോക്കുകൾ പ്രാപ്യത വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മൊത്തത്തിൽ PM സേതു ഇന്ത്യയുടെ ITI ആവാസ വ്യവസ്ഥയെ പുനർനിർവചിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ലോകബാങ്കിന്റെയും ഏഷ്യൻ വികസന ബാങ്കിന്റെയും ആഗോള ധനസഹായത്തോടെ ഗവൺമെന്റ് ഉടമസ്ഥതയിലായിരിക്കും വ്യവസായ മാനേജ്മെന്റ് ഉള്ളതാക്കി മാറ്റുന്നത്. പദ്ധതി നടപ്പിലാക്കലിന്റെ ആദ്യഘട്ടത്തിൽ പട്നയിലെയും ദർഭംഗയിലെയും ITIകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അറിയാൻ കഴിയുന്നു.